ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. വളരെ പരിതാപകരമായ ദയനീയമായ ഒരു പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 11 മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം 3 മത്സരങ്ങളിൽ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരാധകരൊക്കെ വലിയ ദേഷ്യത്തിലാണ്. ആരാധക കൂട്ടായ്മകൾ ഓരോന്നായി ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. മഞ്ഞപ്പട ആദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരുന്നു. അതായത് സ്റ്റേഡിയത്തിനകത്തും പുറത്തും വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആർമി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നത് നമ്മൾ കണ്ടു. മാത്രമല്ല എംടി സ്റ്റേഡിയം അഥവാ സ്റ്റേഡിയം കാലിയാക്കുക എന്ന ഒരു ക്യാമ്പയിനും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ മിക്കേൽ സ്റ്റാറെ പ്രസ് കോൺഫറൻസിൽ പങ്കെടുത്തിരുന്നു. അവിടെ ഒരു ചോദ്യമുണ്ടായിരുന്നു. അതായത് ആരാധകരുടെ ഈ ഒരു പ്രൊട്ടസ്റ്റിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നായിരുന്നു ചോദ്യം. ആരാധകരുടെ സപ്പോർട്ട് തങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ള കാര്യം മിക്കേൽ സ്റ്റാറെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ആരാധകരുടെ പ്രതിഷേധത്തിൽ തങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ല അഥവാ ശ്രദ്ധ നൽകുന്നില്ല എന്ന ഒരു കാര്യം അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്റ്റാറയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഓരോ ദിവസവും ട്രെയിനിങ് സെഷനിൽ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഏറ്റവും മികച്ചത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ആരാധകരുടെ പ്രതിഷേധത്തിൽ ഫോക്കസ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല. പക്ഷേ ആരാധകരിൽ നിന്നുള്ള സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വരുന്ന മത്സരങ്ങളിലെയും ട്രെയിനിങ് സെഷനുകളിലെയും പ്രകടനത്തിൽ മാത്രമാണ് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതാണ് ഞങ്ങളുടെ ജോലി. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും വരുന്ന മത്സരങ്ങളിൽ, പ്രത്യേകിച്ച് ഹോം മത്സരങ്ങളിൽ ആരാധകരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാകും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന മത്സരങ്ങൾ നിർണായകമാണ്. അടുത്ത മത്സരം കരുത്തരായ മോഹൻ ബഗാനെതിരെയാണ്. ആ മത്സരം അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാധകർക്ക് ഇപ്പോൾ ആശങ്കകൾ ഏറെയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.